നമസ്കാരം. കട്ടോണ്ട് കള്ളം മുന്നോട്ട്. ചെയ്യാത്ത സേവനത്തിന് കരിമണൽ കർത്തായുടെ പണം പിണറായി വിജയന് വേണ്ടി മകൾ വീണ തൈക്കണ്ടി അക്കൗണ്ടിൽ വാങ്ങിയെന്നത് സത്യം. ചെയ്യാത്ത സേവനത്തിന് എന്തിന് പണം തന്നുവെന്ന് ചോദിച്ചാൽ നികുതി അടച്ചതുകൊണ്ട് കുറ്റമില്ലെന്ന് പാർട്ടിക്കാരുടെ വിശദീകരണം. പിണറായി വിജയനും മകൾ വീണ തൈക്കണ്ടി മകത്താകുമെന്ന് ഉറപ്പായപ്പോൾ അടിമസഖാക്കൾ പെരുവരിയിൽ ഇറങ്ങി സമരം തുടങ്ങി. മോഷ്ടാക്കളെയും കോഴക്കാരെയും രക്ഷിക്കാൻ അണികളെ കൂട്ടി സമരം നടത്തിയാൽ അതിനെ പിന്തുണയ്ക്കുന്ന നേതാക്കളെ സ്തുതിക്കണം, നമിക്കണം. ഇതുപോലൊരു പാർട്ടി ഭൂലോകത്തിൽ വേറെ ഉണ്ടാകില്ലെന്നത് തീർച്ച. CMRL മാസപ്പടി കേസിൽ വീണ വിജയന്റെ മൊഴിയെടുത്തിരിക്കുകയാണ് ഇഡി. തിരുവനന്തപുരത്ത് വീട്ടിൽ മൊഴിയെടുക്കുന്നു. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിലും CMRL ഓഫീസിലും അടക്കം 10 ഇടങ്ങളിലാണ് ഇഡി റെയ്ഡ് നടക്കുന്നത്. തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ പിണറായി വിജയൻ ഉള്ളപ്പോഴാണ് ഇഡി എത്തിയതും നിമിഷ നേരം കൊണ്ട് റെയ്ഡ് ആരംഭിച്ചതും. പിണറായിയുടെ കണ്ണൂരിലെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നുണ്ട്. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. നിർണായകമായ പല രേഖകളും റെയ്ഡിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്നാണ് ദേശീയ സഖാവ് MA ബേബി പറയുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലും മകൾ വീണ വിജയന്റെ സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്നാണ് MA ബേബി നിരീക്ഷിച്ചിരിക്കുന്നത്. പിണറായി വിജയനെയും CPM-നെ ഭയപ്പെടുത്തണമെന്നാണ് കേന്ദ്രം കരുതുന്നതെങ്കിൽ അവർക്ക് പാർട്ടിയെയും അതിന്റെ നേതാക്കളെയും അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു. ബേബി മാത്രമല്ല, പ്രസ്ഥാനത്തിലെ എല്ലാ നേതാക്കളും അണികളെ തല്ലുകൊള്ളിക്കാൻ പെരുവഴിയിൽ ഇറങ്ങിയിട്ടുണ്ട്. തട്ടിപ്പ് നടത്തിയ നേതാവിന്റെ മകളെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ കുറെ അടിമ സഖാക്കളുടെ തല പോലീസ് അടിച്ചു പൊട്ടിക്കുമെന്നും കുറെ രക്തസാക്ഷികൾ ഉണ്ടാവുമെന്നുമാണ് വാസ്തവം. CMRL മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണം തുടരാമെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്നലെ ഉത്തരവിട്ടത്. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കരിമണൽ കമ്പനി MD ശശിധരൻ കർത്ത, കമ്പനിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, ജീവനക്കാരായ അഞ്ജു റേച്ചൽ, ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി തള്ളിയതോടെയാണ് റെയ്ഡ് ആരംഭിച്ചത്. മകൾ വീണയുടെ കറക്കും കമ്പനിയുടെ കോഴ കുംഭകോണങ്ങൾക്കെതിരെയാണ് പിണറായി വിജയനെതിരെ അഹങ്കാര കസരിൽ നിന്ന് വീഴ്ത്തിയതിൽ പ്രധാനം. പാർട്ടിയിലെ സർവാധിപതിയാണ് പിണറായി വിജയനെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ വീണയുടെ തട്ടിപ്പുകൾ പുറത്താകും. സീതാറാം യെച്ചൂരിക്കും പ്രകാശ് കാരാട്ടിനും പിണറായി വിജയനെ ഇനി സംരക്ഷിക്കാനാകില്ല. അരിയാഹാരം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാം വീണ വിജയന്റെ കമ്പനി തട്ടിപ്പാണെന്നും പിണറായിയുടെ കുടുംബത്തിലേക്ക് മാസപ്പടി വരുന്നുണ്ടെന്ന്. കരിമണൽ കമ്പനിയായ CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് വീണയ്ക്ക് 3 വർഷത്തിനിടെ 1.25 കോടി രൂപ ലഭിച്ചെന്ന കണ്ടെത്തലിന് പിന്നാലെയാണ് റെയ്ഡ് നടക്കുന്നത്. വീണ വിജയൻ ഈ കരിമണൽ കൊള്ള കമ്പനിക്ക് എന്ത് സഹായമാണ് ചെയ്തു കൊടുത്തതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ആരോപണങ്ങൾക്ക് അവ്യക്തതയും ഒഴിഞ്ഞുമാറുന്നതുമായ മറുപടികളാണ് CMRL എറണാകുളത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് നൽകിയത്. മറുപടി നൽകാൻ പോലും വ്യവസായ വികസന കോർപ്പറേഷൻ തയ്യാറായിരുന്നില്ല. 3 സ്ഥാപനങ്ങളിലെ മുഴുവൻ ഇടപാടുകളും വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിൽ നിർദ്ദേശിച്ചിരുന്നു. ഇത്രയേറെ വലിയ തട്ടിപ്പ് സംഘത്തെ താങ്ങി നിർത്തുകയാണ് CPM-ലെ കുടലൂത്തുകാരും സ്തുതിപാഠകരും. അഴിമതിയിലും തട്ടിപ്പിലും അവരാരും മോശക്കാരുമല്ല. ആ നിലയിൽ ഈ സർക്കാർ അപ്പാടെ അഴിമതിയുടെ കൂട്ടുകമ്പനിയാണെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന നീക്കങ്ങൾ കേരള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് സഖാക്കൾക്ക് അറിയില്ല. നേതാക്കൾ ഇത് സഖാക്കളെ ബോധ്യപ്പെടുത്തുന്നുമില്ല. നേരത്തെ ഡൽഹി, കേരള ഹൈക്കോടതികളിൽ നിന്ന് സ്റ്റേ വാങ്ങിയാണ് ഇഡി അന്വേഷണം തടസ്സപ്പെടുത്തിയിരുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കമ്പനി നിയമങ്ങൾ ലംഘിച്ച് യാതൊരു സേവനവും നൽകാതെയാണ് വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയതെന്ന് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാണ്.